നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിന്നുള്ളത് ഇവിടെ തൃശ്ശൂർ മനക്കൊടി ഭാഗത്താണുള്ളത്. ഇവിടെ ഒരു 10 സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു സിമ്പിളായിട്ടുള്ളൊരു വീടിൻ്റെ ഒരു ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 2318 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് DMH കൺസ്ട്രക്ഷനാണ്. DMH കൺസ്ട്രക്ഷൻ്റെ എഞ്ചിനീയർ ആയിട്ടുള്ള ദീപക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ദീപകിൻ്റെ ഒരുപാട് വീടുകൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 10 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത്. മുറ്റത്ത് നല്ല ഇൻ്റർലോക്കൊക്കെ വിരിച്ച് ചുറ്റും അതിലൊക്കെ കെട്ടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കിണറായിരുന്നു. ആ കിണറൊക്കെ ചുറ്റും ഒതുക്കി അവിടെ ഒരു പോർച്ച് രൂപത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2318 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. പിന്നെ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന 2318 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് 44 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത്. പിന്നെ അതിന് പുറമെ ഇൻറ്റീരിയർ, ഫർണിച്ചർ, മറ്റുള്ള കോമ്പൗണ്ട് വാള്, ഗേറ്റ് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു 9 ലക്ഷം രൂപ. അങ്ങനെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് 53 ലക്ഷം രൂപയുടെ ഈ വീടിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. മെയിൻ ഡോറ് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് തേക്കിലാണ്. പിന്നെ മറ്റുള്ള മരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഗണിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഡോറാണ്, നല്ല ഫുൾ ലെങ്ത്തിലും വിട്ടിലും ചെയ്തിട്ടുള്ള മെയിൻ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഷൂ റാക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അകത്തേക്ക് കയറാം. മെയിൻ ഡോർ തുറന്നിട്ട് നേരെ വരുന്നത് ഒരു വലിയൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സോഫ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ് എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റ്, ഒരു എൽ ഷേപ്പ് സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 3 പാളി വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പ്രയർ യൂണിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് MDF എന്ന് പറഞ്ഞ മെറ്റീരിയലിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ മൈക്ക ലാമിനേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഹാളിൽ നമ്മൾ ലിവിങ് ഏരിയ കഴിഞ്ഞാൽ നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റെയർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു C ഷേപ്പ് സ്റ്റെയറാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് അവിടെ ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു L ഷേപ്പിൽ അവിടെ ഒരു സ്റ്റഡി ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലിയൊരു ഡൈനിങ് സ്പേസ് ആണ്. വലിയൊരു 6 സീറ്റർ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഒരു 6 ചെയർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്കൊരു വിൻഡോസ് കാണാം. നല്ലൊരു രീതിയിലുള്ള, നല്ല വെളിച്ചം വരാനുള്ള രീതിയിലുള്ള വലിയ വിൻഡോസ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒതുക്കത്തിൽ നല്ല അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കമൻറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു സംഭവം ഫ്രെയിം വരുന്നത് അലുമിനിയാണ്. ഇത് WPC മെറ്റീരിയലിൽ CNC കട്ടിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വാഷ് ബേസും കൊടുത്തിരിക്കുന്നത് ജാഗ്വറിൻ്റെ ബ്രാൻഡിലാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ബ്രാൻഡ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീടിൻ്റെ പ്ലാന് വേണം എന്നുള്ളവർ, ഈ വീടിൻ്റെ മാത്രമല്ല ഒരുപാട് വീടിൻ്റെ പ്ലാൻ വേണമെന്നുള്ളവർ www.homepictures.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീടിൻ്റെ പ്ലാനുകളും കാണാം. ഒപ്പം ഈ വീടിൻ്റെ പ്ലാനുകളും കാണാം. ഇത്രയും വലിയൊരു ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ബെഡ്റൂമും ഏകദേശം ഈ ഒരു സൈസൊക്കെ തന്നെയാണ് വരുന്നത്. ഈ ഒരു ചുമരിൻ്റെ ഒരു ഐവറി മഷ്റൂം കളറിൻ്റെ തീമിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ബ്ലൈൻഡ്സാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോസും അതിനൊപ്പം നല്ല രീതിയിലുള്ള ബ്ലൈൻഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 4 ഡോറ് വാർഡ്രോബ്സാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വാർഡ്രോബ്സാണ്. ഉള്ളിൽ നമുക്ക് ഫെറോസിമെൻറ്റ് സ്ലാബാണ് അവിടെ അവർ ചെയ്തിരിക്കുന്നത്. DMH കൺസ്ട്രക്ഷൻ ദീപക്കാണ് ഈ വീടിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ A to Z കാര്യങ്ങൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബെഡ്റൂം കഴിഞ്ഞു. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് പെട്ടെന്ന് നമുക്ക് കയറി വരുമ്പോഴോ ഒന്നും കാണാത്തൊരു രീതിയിലുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ്. അതിൻ്റെ ഫ്ലോറിങ്ങിൽ വിരിച്ചിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള ബ്ലാക്ക് കളർ ടൈലാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് തെന്നാതിരിക്കാനും വീഴാതിരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടൈല്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാളിലൊക്കെ നല്ല രീതിയിലുള്ള ടൈലും ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡൈനിങ് കണ്ടു, ബെഡ്റൂം കണ്ടു, ലിവിങ് കണ്ടു. ഇനി ഈ തൊട്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറ് നമുക്ക് എടുത്ത് കാണിക്കേണ്ട ഒരു ഡോറാണ്. 2 പാളിയായിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഗ്ലാസിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു
കിച്ചണാണ് വരുന്നത്. 382 350 സെൻറ്റിമീറ്റർ കിച്ചണാണ് ഇവിടെ വരുന്നത്. ഒപ്പം തന്നെ നമുക്കിതിൽ സ്റ്റോർ റൂം വരുന്നുണ്ട്, വർക്ക് ഏരിയ ചെറുതായിട്ട് വരുന്നുണ്ട്, ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്, ഒപ്പം കോമൺ ടോയ്ലറ്റും വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിച്ചണിൻ്റെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ ചുമരിൽ കണ്ടിട്ടുള്ള ആ ഒരു കളറിൻ്റെ തീമിൽ വരുന്ന അലുമിനിയം ഡോറുകൾ അത് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ടൈലാണ് ഇവിടെ പതിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിരിക്കുന്നത് ഗാലക്സി ഗ്രാനൈറ്റ് ആണ് അവിടെ വിരിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് സിങ്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഹോബ് ചിമ്മിണി കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഓവൻ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമേയായിട്ട് ഇതിൻ്റെ അടിഭാഗത്തുള്ള സ്റ്റോറേജിന് നമുക്ക് ഈ അലുമിനിയത്തിൻ്റെ ഡോറുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതൊരു വുഡൻ ഫിനിഷിൻ്റെ ഒരു കളർ തീമിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് പുറമേയായിട്ട് നമുക്ക് ഈ ഫ്ലോറിങ്ങിൽ വരുന്ന ടൈലും ഒരു വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ആ ഒരു കളർ തീമിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വരുന്നത് സ്റ്റോർ റൂമാണ്. കുഴപ്പമില്ലാത്ത ഒരു അത്യാവശ്യം സ്റ്റോറേജ് ഉള്ള ഒരു സ്റ്റോർ റൂം. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ, ഒരു എൽ ഷേപ്പിലുള്ള ഒരു ചെറിയൊരു വർക്ക് ഏരിയ, അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് കോമൺ ബാത്റൂം അവിടെ കൊടുത്തു. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന 1446 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമ്മൾ ടോട്ടൽ പറഞ്ഞിരുന്നത് 2318 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് താഴെ ഇനി കാണിക്കാനുള്ള ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് കാണിക്കാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ഒക്കെ വെക്കാനുള്ള ഒരു ഷെൽഫ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അലുമിനിയത്തിലാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമാണ് ഇവിടെ കാണിക്കാനുള്ളത്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെ നമുക്ക് ഇവിടെയും വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 396 384 സെൻറ്റിമീറ്റർ അളവിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. 2 സൈഡിലായിട്ട് വിൻഡോസ് വന്നിരുന്നുണ്ട്. പിന്നെ അവരൊരു പഴയ അലമാര അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കോട്ടനാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കിങ് സൈസ് കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 സൈഡിലായിട്ട് പിന്നെ ഒരു കോർണറിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 270 × 150 സെൻറ്റിമീറ്ററിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ നേരത്തെ പറഞ്ഞ പോലെ 1446 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഈ ഒരു C ഷേപ്പ് സ്റ്റെയർ ആണ് ഇവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് SS ആണ്. പിന്നെ അതിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. റൈസിൽ നമ്മൾ ഫ്ലോറിങ്ങിൽ വിരിച്ചിട്ടുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 672 സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. നല്ല വിശാലമായിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. ഒരു വലിയൊരു ഹാളാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുക. ഇതിന് ഫർണിച്ചറും കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ആൾക്കാർ താമസിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ് ഈ വീട്ടിലത്തെ വരുന്നത്. നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ ഒക്കെ അതേ സൈസ് തന്നെയാണ് നമുക്കിതിൽ വരുന്നത്. ഏകദേശം 436 320 ഫർണിച്ചറും കാര്യങ്ങളൊന്നും അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂം 4ാമത്തെ ബെഡ്റൂമാണ്. പിന്നെ താഴെ കണ്ടിട്ടുള്ള ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് വരുന്നത്. കൂടുതലൊന്നും നമുക്കതിന് കാണിക്കാനൊന്നുമില്ല, കാര്യങ്ങളൊന്നും അറേഞ്ച്മെൻറ്റ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. 2318 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 ബെഡ്റൂമാണ്, 10 സെൻറ്റ് പ്ലോട്ടിലാണ്. റിജോ സ്മിയ ദമ്പതികളുടെയാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ബഡ്ജറ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു 44 ലക്ഷം രൂപയാണ് വീടിന് മാത്രം. പ്ലസ് ഒരു 9 ലക്ഷം രൂപ നമുക്ക് ഇതിന് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഫർണിച്ചർ, കോമ്പൗണ്ട് വാൾ, ഗേറ്റും കട്ടവരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് 53 ലക്ഷം രൂപയാണ്. DMH കൺസ്ട്രക്ഷൻ ദീപക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട് പണിയണം ആവശ്യമുള്ളവർ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.